ഹലോ, ഇത് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സീ ഫുഡ് വെറൈറ്റിയിൽ എൻ്റെ ഫേവറേറ്റ് കൂന്തലും ചെമ്മീനുമാണ് കേട്ടോ. നിങ്ങളുടേതോ? എനിക്കിവിടെ ചെറിയ ടൈപ്പ് കൂന്തലാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കാൻ കുറച്ച് പാടായിരുന്നു. നന്നായിട്ട് ക്ലീൻ ചെയ്ത കൂന്തൽ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ ഈ അരിഞ്ഞെടുത്ത കൂന്തലിനെ കുക്കറിലേക്ക് എടുക്കുക. കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് കൂന്തൽ വേകാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ഒരു 2 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് ഒരു 2 വിസിൽ ഈ കൂന്തൽ വേകും കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് 2 സവാള, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് വേപ്പില, പിന്നെ 2 തക്കാളി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു നല്ല രീതിക്കൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് എടുത്തിരിക്കുന്ന പൊടികൾ 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് കേട്ടോ ഈ ഒരു റോസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്. നന്നായിട്ട് വഴണ്ട് വന്നിരിക്കുന്ന ഈ സവാളയിലേക്ക് നമുക്ക് ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ഗ്രേവി ഫോമിൽ ആക്കിയെടുക്കുക. ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലുണ്ടല്ലോ, അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടുന്ന ഇത് അത്യാവശ്യം നല്ലൊരു റോസ്റ്റ് ആവുന്നത് വരെ ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായ എന്തായാലും പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീ യു അഗെയിൻ.